അച്ചീവ്സ് വന്ന ഒരു ദിവസം കൂടിയാണ്. ഏതായാലും നമ്മുടെ ജില്ലയ്ക്ക് പുറത്തുനിന്ന് ഈ പ്രോഗ്രാം നടത്തി എല്ലാവരും കൃത്യമായി അഭിനന്ദിക്കുന്ന സമയത്ത് എന്തിനാണ് അവർക്ക് വന്നത് ചോദിച്ചാൽ പണം ഉണ്ടാക്കാൻ. നിങ്ങളെ പുതുതായി വന്ന ആളോട് എന്തിനാ കൊണ്ട് ക്ഷണിച്ചു ചോദിച്ചാൽ പൈസ ഉണ്ടാക്കാൻ തന്നെയാണ്. പണം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പണക്കാരോട് കൊണ്ടുപോകും. പോക്കറ്റ് പിടിക്കുന്നതിന് കുഴപ്പമില്ല, കുളിച്ചു വരയ്ക്കാൻ കുഴപ്പമുണ്ടോ? ഏത് ചെയ്താൽ കൂടെ കൂടിയാലും നമ്മളെ വിളിക്കും. ഇവിടെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് വിജയിക്കും. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നാട്ടിൽ പണക്കാരാകാൻ മാത്രം നോക്കിയാൽ മതി. നാട്ടിൽ വലിയ പണക്കാരാകാൻ എല്ലാം കച്ചവടക്കാരെ, ബിസിനസ്സുകാരാണ്, ജീവനക്കാരല്ല, അവർ ജീവിച്ചു പോകുന്നവരാണ്. നാട്ടിൽ പണക്കാരെ, കച്ചവടക്കാരെ, ബിസിനസ്സുകാരാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നന്നായി കച്ചവടം ചെയ്യുന്ന, നന്നായി ടേണോവർ വർദ്ധിപ്പിക്കുന്ന, നല്ല വരുമാനം വാങ്ങുന്ന കുറെ നല്ല കച്ചവടക്കാരുണ്ട്. ഓരോ കൂടെ കൂടിയാൽ ഈ കച്ചവടം പഠിക്കുന്നത് മാത്രമേ വഴിയുള്ളൂ. അങ്ങനെ ഈ കച്ചവടം പഠിച്ചാൽ നല്ല വരുമാനം ഉണ്ടാക്കാം. അപ്പൊ നാട്ടിൽ ഇഷ്ടംപോലെ കച്ചവടം പറയില്ലേ? ആ കച്ചവടം ഈ കച്ചവടം നമ്മുടെ പ്രധാന വ്യത്യാസം, ആ കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ ബികോം പഠിക്കുന്നവർക്കറിയാം ലാൻഡ് ലേബർ ക്യാപിറ്റൽ വേണം. മൊത്തം കൊടുക്കാൻ ഇഷ്ടംപോലെ പൈസ വേണം, അതിനുള്ള സ്ഥലം വേണം, പണിക്കാർ വേണം. സ്ഥലം ഉദ്ദേശിച്ച് ബിൽഡിംഗ് ആവാം, റൂമാവാം, വാടകയ്ക്ക് എല്ലാം ആവാം. ലാൻഡ് ലേബർ എല്ലാ ദിവസവും അല്ലെ ആഴ്ചയിലും മാസവും പണിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണം. മുതൽ പണിക്കാൻ ലക്ഷങ്ങളോ കോടികളോ വേണം. 1000 രൂപയ്ക്ക് കച്ചവടം നടക്കാൻ 40,000 രൂപ സ്റ്റോക്ക് വേണമെന്ന കണക്ക്. അതായത് സ്ത്രീകൾ ഇഷ്ടംപോലെ കൂടുതൽ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ പെരുന്നാളിനൊക്കെ പർച്ചേസ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വിഷുവിന്റെ പർച്ചേസ് നടക്കാൻ പോകുന്നുണ്ട്. ഒരു സാരി വാങ്ങാൻ 40 സാരി നോക്കണം. ഒരു ചുരിദാർ വാങ്ങാൻ 40 ചുരിദാർ നോക്കുന്ന ശരാശരി കണക്കാം. ചിലർക്ക് 2 മതിയോ, ചിലർക്ക് 20 മതിയോ ഇല്ല. ഷോപ്പിങ്ങിന്റെ മൊത്തം പോകുന്നതിന് ശേഷം ഇത് മതി കല്യാണം പോകാൻ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരു 40 മതിയോ ഇല്ല. അപ്പൊ ആവറേജ് കണക്കാ പറഞ്ഞത്. അപ്പൊ മുതൽ കൂടെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലേ ഒരുപാട് പറ്റുള്ളൂ. ആ ഒരു പരിമിതി അപ്ലിക്കേഷന്റെ ബലം കൊണ്ട് മറികടന്ന് ഇന്ന് ലാൻഡ് വേണ്ടാതെ, ലേബർ വേണ്ടാതെ, ക്യാപിറ്റൽ വേണ്ടാതെ കച്ചവടം ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കൂട്ടത്തെ നിങ്ങൾക്ക് കണ്ടുകൊടുക്കുന്നു. അവരോടൊന്ന് സംസാരം കൊടുക്കുന്നത് ഇന്നലെ സംശയത്തോടെ കൊണ്ട് പോകുന്നത്. കാരണം അവർ മുൻപ് ചെയ്തു. എനിക്ക് മുകേഷ് അംബാനിയുടെ അപ്പനാരെന്ന് ചോദിച്ചാൽ ധീരോണി അംബാനി എല്ലാവരും വലിയ ബിസിനസ്സുകാരുണ്ട്. അറിയാത്തൊരു ബിസിനസ് മേഖലയിൽ അങ്ങനെ തലമുറ ബിസിനസ് ചെയ്ത് കോടികളുടെ സമ്പത്തിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തിലുണ്ട്. കേരളം എത്ര ചോദിച്ചാൽ അത് എണ്ണാൻ താല്പര്യമില്ല. അത് തലമുറ ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണ്. പക്ഷേ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ മുമ്പ് അച്ഛനും ഉപ്പമായിട്ട് നെറ്റ്വർക്ക് മാർക്കാൻ പറയുന്നത് വളരെ കുറവാണ്. ഒരുപക്ഷെ ഈ കൂടുതൽ ഏറ്റവും സീനിയർ ആയി ചെയ്താണ് ഞാൻ ചെയ്യുന്നു. എന്റെ അച്ഛനും മൾട്ടി മാർക്കറ്റിംഗ് ഇംഗ്ലീഷ് ഇപ്പോഴും അറിയില്ല. മുമ്പ് കൃഷിക്കാരനാണ്. എന്റെ മക്കൾക്ക് പറയാൻ എന്റെ അച്ഛൻ നെറ്റ്വർക്ക് മാർക്കറായിരുന്നു. അപ്പൊ ഇത് പുതിയ തലമുറയുടെ ബിസിനസ്സാണ്. പുതിയ ആൾ നേരിടുന്നതാണ്. കാരണം നമ്മുടെ ഇന്റർനെറ്റിന്റെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഒരു പുതിയ മേഖല വന്നപ്പോ അത് ആദ്യം കേട്ടറിഞ്ഞ് മനസ്സിലാക്കി അത് ഏറ്റെടുത്ത ആളുകളാണ്. നേരത്തെ ഇജാസ് പറഞ്ഞ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു മേഖലയെ കുറിച്ചും ആദ്യം പഠിക്കാൻ തയ്യാറാവണം, പഠിച്ച ശേഷം ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി കേരളത്തിൽ ആളുകൾ ഏറ്റെടുക്കുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ആളുകളും കേരളത്തിന് മുമ്പ് തള്ളിക്കളയുന്നവരാ. ഒന്ന് കേട്ട് ഒന്ന് ചിന്തിച്ച് സംസാരിക്കുന്നതല്ല, കേൾക്കുന്നതിന് മുമ്പ് സംസാരിക്കുന്നതും കേൾക്കുന്നതിന് മുമ്പ് തള്ളുന്നുമില്ല. അതുകൊണ്ട് അവരാണ് രക്ഷപ്പെടാതെ പോകുന്നത്. ഇവിടെ ഒരു പക്ഷേ ആദ്യമായി വന്ന ആളുകൾ ഒരിക്കൽ കൂടി കേട്ടോ, ഇതൊരു പക്ക കച്ചവടമാണ്. കച്ചവടത്തിന് നിയമങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല, കച്ചവടത്തിന് മര്യാദയെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, മുടക്കുന്ന പൈസ മൂല്യമുള്ള ഉൽപ്പന്നം കൊടുക്കണം. അത് ഏറ്റവും മനോഹരമായി ചെയ്യുന്നതാണ് MIDS മാർക്കറ്റ് ചെയ്യുന്നത്. കാരണം മുടക്കുന്ന പൈസ മൂല്യമുള്ള ഉൽപ്പന്നം പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞ് സൈറ്റിൽ ഉൽപ്പന്നങ്ങളാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ എന്ത് ഉൽപ്പന്നം നല്ലതെന്ന് പറഞ്ഞേ വിട്ടുള്ളൂ. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരാണ് നമ്മൾ. മുടക്കുന്ന പൈസ മൂല്യമുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. കച്ചവടത്തിലെ ഒന്നാമത്തെ മര്യാദയാണ് വാങ്ങിക്കുന്നത്. 2, വാങ്ങി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാന്യമായ ലാഭം കിട്ടിയ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് പുറത്തേക്ക് കാണാവുന്ന ഈ കോഴിക്കോട് ടൗണിന്റെ മുഴുവൻ റീറ്റെയിൽ ഷോപ്പുകളും അവരോടൊന്ന് ഹോൾസെയിൽ ഉൽപ്പന്നമായിക്കൊണ്ട് നോക്കുന്നവരാണ്. എവിടുന്നോ ഹോൾസെയിൽ ഉൽപ്പന്നമായിക്കൊണ്ട് കടയിൽ വെച്ച് വിൽക്കുക. അതേപോലെ ഈ കോഴിക്കോട് എരഞ്ഞിപ്പുറത്ത് ഈ കമ്പനി ഗോഡൌണിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഹോൾസെയിൽ വാങ്ങിച്ച് MRP വിൽക്കുന്ന കാശുണ്ടാക്കാം. അതിന് വലിയ ഷോപ്പിന്റെ ആവശ്യമില്ല, വീട്ടിൽ വിൽക്കാൻ മതി. സോഷ്യൽ മീഡിയ വെച്ചുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാം.
വാങ്ങി വിൽക്കുന്നത് മാന്യമായ ലാഭമുണ്ട്. കച്ചവടത്തിന് രണ്ടാമത്തെ മര്യാദയാണത്. 3, നിങ്ങൾ കമ്പനിയുടെ ടേൺ ഓവർ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ സാധാരണ എല്ലാ കമ്പനികളും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് അവരെ സഹായിക്കുന്നത് ഒന്ന് പരസ്യക്കാർ, 2 ഇടനിലക്കാരായ പോലീസുകാരായ പണക്കാരുമാണ്. ആ ഇടനിലക്കാർക്ക് പകരം ഇവിടെ സാധാരണക്കാരായ ഞാൻ നിങ്ങളും ഈ കമ്പനിയുടെ ടേൺ ഓവർ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ കമ്പനി ഉണ്ടാക്കിയ 100 ചില ഉൽപ്പന്നങ്ങളുടെ ഒരു പരസ്യവും ഒരു പത്രത്തിലും ഒരു ടി വി മാധ്യമത്തിലും ഒരു വാരികയിലും കാണില്ല. ഈ ഉൽപ്പന്നം ഏറ്റവും മികച്ചതെന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന പരസ്യം പറയുന്നവരല്ല, ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയവരാണ്. അങ്ങനെ നിങ്ങൾ ഈ ഉൽപ്പന്നം ഉപയോഗിച്ചത് മികച്ചതാണെന്ന് അടുത്ത അയൽവാസിയുടെ സുഹൃത്തിനോട് പറഞ്ഞ് കമ്പനിയുടെ ടേൺ ഓവർ വർദ്ധിപ്പിച്ചാൽ കമ്പനി കിട്ടുന്ന ലാഭത്തിന്റെ പകുതി നമുക്ക് വേണ്ടി മാറ്റും. അങ്ങനെ കമ്പനിയുടെ ടേൺ ഓവർ വർദ്ധിക്കുന്ന സമയത്ത് കമ്പനിയുടെ ഉത്പാദനത്തിൽ ഒരു ലാഭം കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഒരു 50% നമുക്ക് വേണ്ടി മാറ്റിയിരിക്കും. ആ തുക ഈ നാട് സാധാരണക്കാരെ കയ്യിലേക്ക് കിട്ടും. റിലയൻസിലേക്ക് 10 വർഷക്കാലം കൊണ്ട് 3 മടങ്ങ് വളർന്നു കണക്ക്. കഴിഞ്ഞ 2010 റിലയൻസിന്റെ ആസ്തി 5,90,000 കോടി, ശരാശരി കണക്ക് റൗണ്ട് കണക്കിൽ 6 ലക്ഷം കോടി ആസ്തി. ഈ 2024 റിലയൻസിന്റെ ആസ്തി 18 ലക്ഷം കോടി. റിലയൻസ് നാട് വഴി ഷോപ്പ് ഓടിക്കുന്നുണ്ട്. ഇന്നലെ ഓയിൽ ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങുന്ന റിലയൻസുകാരൻ പലരും കച്ചവടം ചെയ്യുന്നത് 2000 കാലഘട്ടത്തിൽ ആരും വിശ്വസിച്ചുണ്ടായിരുന്നില്ല. അവൻ പച്ചക്കറി വിൽക്കാൻ തുടങ്ങി, പലചരക്ക് വിൽക്കാൻ തുടങ്ങി, ബ്യൂട്ടി പാർലർ തുടങ്ങി, അങ്ങനെ പല മേഖലയിൽ കൈവച്ചു. അവരുടെ ടേൺ ഓവർ കൂടി. അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളായി മാറി. അങ്ങനെ അന്നത്തെ 6 ലക്ഷം കോടിയിൽ നിന്ന് ഇന്ന് 18 ലക്ഷം കോടിയിലേക്ക് റിലയൻസിന്റെ ആസ്തി വർദ്ധിച്ചപ്പോ ഇന്ത്യ രാജ്യം പട്ടികയുടെ എണ്ണത്തിൽ 55 സ്ഥാനത്ത് 111 സ്ഥാനത്തേക്ക് അവന്ന് വളർന്നു. അപ്പൊ പട്ടികക്കാരുടെ എണ്ണം കൂടിയിട്ടുള്ള നാട്ടില് റിലയൻസ് വളർന്നപ്പോ അവിടെ അക്യുറേഷൻ പണിയാണ് നടക്കുന്നത്. പണക്കാരെ ഈ പണം വീണ്ടും വീണ്ടും കുന്നുകൂടുക. അതിന് പകരം MI റീജിയണൽ മാർക്കറ്റിൽ അടുത്ത 10 വർഷക്കാലം കൊണ്ട് വളർന്നു വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഈ നാട് സാധാരണക്കാരെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കുകയും ഈ നാട് രക്ഷപ്പെടുകയും ചെയ്യും. അതെങ്ങനെ സംഭവിക്കുന്നത്? ഇന്ത്യ 6,500 കോടി രൂപ ടൂത്ത്പേസ്റ്റ് ഒക്കെ വെക്കുന്നത്. 6,500 കോടി രൂപ ടൂത്ത്പേസ്റ്റ് വിൽക്കുമ്പോൾ അതിന് 20% കച്ചവടം മാത്രം ഞാൻ നിങ്ങൾ ഇന്ത്യയിലേക്ക് ഒരുമിച്ചെന്ന് പിടിച്ചെടുത്താൽ 1,300 കോടി രൂപ കച്ചവടം വഴിമാറി ഒഴുകും. 1,300 കോടി കച്ചവടം വഴിമാറിയാൽ 650 കോടി അത് ഉത്പാദിച്ച ലാഭമായിട്ട് കമ്പനി എടുക്കും. ബാക്കി 650 കോടി ഈ നാട്ടിൽ സാധാരണ കയ്യിൽ കിട്ടും. അങ്ങനെ സോപ്പും പേസ്റ്റും ഹെയർ ഷാമ്പും കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളും വെൽനസ് ഉൽപ്പന്നങ്ങളും ഹോം കെയർ ഉൽപ്പന്നങ്ങളും എല്ലാത്തിന്റെയും കച്ചവടത്തിനകത്ത് മാറ്റം വരുമ്പോ പണക്കാരൻ കുത്തകനെ കൊന്നുകൊണ്ട് സാധാരണക്കാരൻ സമ്പാദിക്കുന്ന കാലഘട്ടത്തല്ല ഞാൻ ജീവിക്കുന്നത്. അവൻ ആയുധം കൊണ്ട് നേരിടുന്ന കാലഘട്ടമായിപ്പോ. അതുകൊണ്ട് തന്നെ സാധാരണ രക്ഷപ്പെടാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. ഈ നാട്ടിലെ സാധാരണ ആളുകൾ സമാന്തരമായി എടുക്കുന്നതുകൊണ്ട് വമ്പൻ കച്ചവടക്കാരെ മാറ്റി നിർത്തി പകരം നമ്മൾ ഒരുമിച്ച് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്ത് ഒരു കമ്പനി ഒരുമിച്ച് പ്രവർത്തിക്കുകയും അതിനകത്ത് കിട്ടുന്ന ലാഭം ഈ നാട്ടിലെ സാധാരണക്കാരിലേക്ക് ലാഭം കൊടുക്കുകയും രക്ഷപ്പെടാൻ മാത്രമേ ഉള്ളൂ. ഒരു തുള്ളി ചോരെടുക്കാതെ റിലയൻസിനോട് മത്സരിക്കാൻ ഈ ഓപ്പർച്യൂണിറ്റി മാത്രമേ ഈ നാട്ടിലുള്ളൂ. ആ നിലയിൽ കാണുന്നുണ്ടെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് ഒരുമിച്ച് കൂടാം. അതിനകത്ത് ഏറെ സന്തോഷിക്കുന്നത് വരുന്ന എല്ലാവർക്കും വിജയിക്കാന്നുള്ളതാണ്. ഇപ്പോ നല്ല ചൂടുകാരാണ്, അതിലൊരു നോമ്പുകാരമാണ്. അതിനേക്കാളുപരി ഈ പെരും ചൂടിന് അപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്നതാണ്. കോഴിക്കോട് MK രാഘവൻ വീണ്ടും ജയിക്കോ സകല വെള്ളമാരി കരിയും ജയിക്കോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരാൾ ജയിക്കാൻ മറ്റൊരു തോൽക്കും. പക്ഷേ മൈലത്തിൽ ദിനേശനും വേണ്ടിയും ഒരുമിച്ച് ജയിക്കും. അങ്ങനെ ജയിക്കാവുന്ന എല്ലാവരും ഒരുമിച്ച് ജയിക്കുക, ഒരുമിച്ച് സഹായിച്ചുകൊണ്ട് ഒരുമിച്ച് വിജയിക്കുന്ന ഒരു മേഖലയാണ് ഈ മേഖല. അതുകൊണ്ട് നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി എടുക്കണം. ആർക്കും ആരെയും വേദനിപ്പിക്കേണ്ട, നന്മ മാത്രം പറയുകയും നല്ലത് മാത്രം ചെയ്യുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുമിച്ച് വിജയിക്കുന്ന ഓപ്പർച്യൂണിറ്റി. പിന്നെ ഇത് തള്ളിക്കാലോ നഷ്ടസാധ്യതയിൽ ആരും വർദ്ധിക്കപ്പെടുന്നില്ല. മുടക്കുന്ന പൈസ മൂല്യം കൊടുക്കുന്ന ആദ്യം കൊടുക്കും. അവരത് ഉപയോഗിച്ച സംതൃപ്തിക്കോ അവൻ വീണ്ടും വാങ്ങും. അവർ ഇഷ്ടപ്പെട്ടോ അവൻ വാങ്ങിയിരിക്കും. അവർ ഇഷ്ടപ്പെട്ടോ അവർ ആളുകൾ കുടിക്കും. അങ്ങനെ ഈ നാട്ടില് ആളുകൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗ് കൊണ്ട് വാങ്ങും. അതുകൊണ്ട് ഈ നാട്ടിൽ കുത്തകയുടെ കച്ചവടത്തിൽ ചെറിയ 20 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേ സാധാരണക്കാർക്ക് പട്ടിണി മാറ്റാൻ വേണ്ടി കഴിയും. ആ നിലയിൽ ഈ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടെങ്കിൽ പ്രിയ സുഹൃത്തുക്കൾ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യണം. നേരത്തെ വന്ന് സംസാരിച്ച പല ആളുകളും നേരത്തെ ഉണ്ടായ സാമ്പത്തിക പ്രയാസങ്ങളെ കുറിച്ച് കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ വിഷയത്തിലേക്ക് ഒരു സമയത്ത് എനിക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നയാ പൈസ കടമുണ്ടായിരുന്നില്ല. ഞാൻ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളൊന്നായ
2015. അപ്പൊ ഈ കേരളത്തിൽ ബെസ്റ്റ് പെർഫോമർ നൽകി 1010 എന്തുകൊണ്ട് എനിക്ക് പ്രൊമോഷന് ബ്രാൻഡ് ആ സമയത്താണ് ഈ ഇൻഡസ്ട്രി കേരളത്തിൽ നിയമമാണ് വന്നത് അറിയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു ഈ പരിപാടിക്ക് വേണ്ട, ഞാൻ ഫുൾ ടൈം മേക്കപ്പ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഇറങ്ങി. അതായത് നാട്ടിൽ ഒരു പണിയും കൂലിയില്ലെന്ന് വന്നതല്ല. 1.5 ലക്ഷം മാസം കിട്ടുന്ന സമയത്തിന് ഈ ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്ത് ആ സെലക്ട് ചെയ്യേണ്ട കാരണം അതിനേക്കാൾ മികച്ചതാണ് ഇത് എന്ന് തോന്നുന്നുണ്ട്. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? പക്ഷെ മോശമായിട്ടല്ല, ഇത് മികച്ചത് പറയുന്ന കാരണം ഒന്ന്, എനിക്ക് ഇഷ്ടം പോലെ മേൽക്കോർമ്മിലേക്ക് ഇവിടെ ഈ നാട്ടിൽ പണക്കാരാണെങ്കിൽ കച്ചവടക്കാരാണെങ്കിൽ അത് ഒരു കച്ചവടക്കാരല്ല, ഷോപ്പുകൾ എണ്ണം വർദ്ധിപ്പിക്കുന്നവരാണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജില്ല നടത്തുന്ന തെറ്റുപേര് പണക്കാരൻ 100, 200, 300 ജില്ല നടത്തുന്നവരാണ്. ഏതെങ്കിലും ഒരു വേഗം നടത്തുന്നവരുടെ പണക്കാരൻ 100 കണക്കിന് 1000 ബ്രാഞ്ചുമാരാണ്. അതുകൊണ്ട് തന്നെ ഷോപ്പിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ കൂടെ പഴുന്ന ആളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഇവിടെ കൂടെ പഴുന്ന ആളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഞാൻ അതിന് ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല, അത് കമ്പനി കൊടുത്തോളൂ. ഞാൻ അതിന് ഉൽപ്പന്നം കൊടുക്കേണ്ട ആവശ്യമില്ല, അത് കമ്പനി കൊടുത്തോളൂ. ഉൽപ്പന്ന സർവീസ് കമ്പനി കൊടുത്തോളൂ. ഞാൻ റിക്രൂട്ട് ചെയ്യുന്നത് മാത്രം മനസ്സിലാക്കി എത്ര പേരോട് സംസാരിക്കാൻ കഴിയുന്നോ അവരൊക്കെ വാർത്തകളൊന്നുമില്ല. അതുകൊണ്ട് എന്റെ മേൽപോർ മൾട്ടിപ്പിൾ ചെയ്യാൻ എളുപ്പമുള്ള മേഖലയിലാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നോട് മാറിയത്. 1. 2, പാസിംഗ് ഇൻകം. എന്നെ ഏറെ മോട്ടിവേറ്റ് ചെയ്യുന്ന പാസിംഗ് ഇൻകം. ഞാൻ ചെയ്യുന്ന മേഖലയിൽ പക്ഷേ നാളെ ഞാൻ 10 ദിവസം കിടന്നു പോയാൽ, ഒരു മാസം കിടന്നു പോയാൽ, ഒരു അവാർഡ് കൊണ്ടോ അസുഖം കൊണ്ടോ ഞാൻ വീട് പോയാൽ ആ പെർഫോമൻസ് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കമ്പനിയും അതേ വരുമാനം തരില്ല. പക്ഷേ MIS മാത്രമേ ഞാൻ ടീം നിലനിർത്തുന്ന കാലം ഞാൻ 10 ദിവസം കിടന്നു പോയാലും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്ന സാഹചര്യം വന്നാലും എന്റെ ടീം ലൈവാണെങ്കിൽ അവർ ചെയ്യുന്ന ടേൺ ഓവറിന്റെ നിശ്ചിത ശതമാനം ആഴ്ചയ്ക്ക് 2-10 മാക്സിമം അത് എന്റെ അക്കൗണ്ടിൽ വിതരിക്കാറിയാം. 3, നോമിനേഷൻ ഫെസിലിറ്റി. ഞാൻ ഇന്നലെ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ നാളെ ഞാൻ ഇല്ലാതെ കഴിഞ്ഞാൽ വലിയ പഴയ മികച്ച പെർഫോമറില്ലേ അവൾ ബാക്കി ജോലിയെടുത്തേക്കാം. അങ്ങനെ ഒരു കമ്പനി വിചാരിക്കില്ല. പക്ഷേ MIS മാർക്ക് ഞങ്ങൾക്ക് മുമ്പേ നടന്നു പോയ ലീഡർമാർ പ്രയാസമുള്ളവർക്ക് പേര് പറയാൻ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചുപോയവർ, അപകടത്തിൽ മരിച്ചുപോയവർ, അങ്ങനെ ഡയമണ്ട് ആയിരിക്കുന്ന സമയത്തും IT ചെയ്തിരുന്ന സമയത്തൊക്കെ വീണ് പോയ ആളുകൾ, ഈ മണ്ണിൽ പോയ ആളുകൾ, അവരൊക്കെ ഭാര്യമാര് 25-30 ലക്ഷം വരുമാനമാകുന്നത് ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നാളെ ഞാൻ നിങ്ങൾ ഇല്ലാതെ പോകുന്ന സമയത്ത് നമ്മുടെ ആശ്രയിച്ച കുടുംബത്തിന് വരുമാനം എത്തിക്കാൻ ഞാൻ നിങ്ങൾ ഇല്ലെങ്കിലും ഈ ഓപ്പർച്യൂണിറ്റി കഴിയും. അതുകൊണ്ടാണ് ഈ ഓപ്പർച്യൂണിറ്റി വേറൊരു മേഖല നിർബന്ധമായി ചെയ്യുന്നത് ഞാൻ പറയില്ല. നിങ്ങൾക്ക് മേൽപോർ മൾട്ടിപ്പിൾ ഇഷ്ടം പോലെ ആളുകളെ വർഷത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്, കൊടുക്കൂല. നിങ്ങൾക്ക് 10 ദിവസം കിടന്നു പോയാലും വരുമാനം കിട്ടാത്ത സോഴ്സ് ഉണ്ട്. നാളെ നിങ്ങൾ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഭാര്യ കുടുംബത്തിനോ ആ കമ്പനി വരുമാനം കൊടുത്തി നിങ്ങൾ ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷേ സാധാരണക്കാരന് ഇതൊന്നുമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഓപ്പർച്യൂണിറ്റിയെ 100% ശരിയും സത്യസന്ധമാണെന്ന് നേരത്തെ ബോധ്യപ്പെടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കളിയാക്കരുത്, അത് സ്വാഭാവികം. ഇവരെല്ലാവരും കളിയാക്കൊണ്ടേ. ഹലോ, എന്റെ കുടുംബത്തിൽ കുറെ ആളെ കൊടുത്തുകൊണ്ടതാണ്. ഞാൻ ഈ വിശ്വാസ സമയത്ത് അത് ചെന്നില്ലാതെ ചെയ്തില്ലാതെ മാത്രമല്ല, പിന്നെ ഞാൻ കുടുംബത്തിലെ ആവശ്യം പോകുന്ന സമയത്ത് ഞാൻ നടന്നു പോകുമ്പോൾ 2ാമത് കടന്നു വേണ്ടിയിട്ടുണ്ടാവും. ഞാൻ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് 2ാമത് തിരിഞ്ഞു വെക്കുമ്പോൾ ഒരു വേറെ നോക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എവിടെയെങ്കിലും ആൺകുട്ടി കാണുമ്പോൾ അത് എടുത്തു പോകുമ്പോൾ ആരെങ്കിലും വെറുതെ കളിയാക്കി 2ാമത്തെ ആ കോളേജ് എനിക്ക് പണ്ട് വന്നാ ഇപ്പൊ വരാറില്ല. പക്ഷേ ഡാറ്റാ സെല്ലിംഗ് ഇൻഡസ്ട്രി പ്രവർത്തിക്കും വിട്ടുപോയിട്ടല്ല പറയുന്നത് നമ്മൾ ചെയ്ത് കാണിച്ചില്ല. അങ്ങനെ കളിയാക്കിയൊക്കെ അവരുടെ കടമ്പിട്ട് പകരം കിട്ടിയത് എന്റെ അച്ഛൻ സാധാരണ കൃഷിക്കാരനാണ്. അയാൾക്ക് കാർ വാങ്ങുന്നത് ഒരു വീട്ടിൽ ബോർസിന്റെ കമ്പനി പറ്റിയിട്ടില്ല. ഇപ്പൊ ഏകദേശം 50 ലക്ഷം കോടി പേർക്ക് കാറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നല്ല 2 കാറുണ്ട്, അത് 1 റോഡുണ്ട്. ഇങ്ങനെ 2-10 വിളിച്ചത് വേദനിക്കാൻ വേണ്ടി ആ കാറിന് മുമ്പിലും ബാക്കിലും നമ്പർ 210 നമ്പർ കിട്ടിയത്. പക്ഷെ അതിന്റെ ആഗ്രഹമായിരുന്നു എന്റെ കളിയാക്കി കാണുമ്പോൾ സങ്കടപ്പെട്ടോ. ഹലോ, അങ്ങനെ വേണം കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുന്ന കാര്യമില്ലല്ലോ. ഹലോ, അങ്ങനെ വില കൂടി കാലം ഉപയോഗിക്കാനും വലിയ വീടുകാട്ടാനും വിദേശ യാത്ര പോലൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി സാധിക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, ഒരുപക്ഷെ ഇപ്പൊ നമ്മളൊക്കെ സേഫായി നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ ഞാനും നിങ്ങളും അപ്രത്യക്ഷമായി പോയാൽ എന്റെ നിങ്ങളുടെ വീട്ടിലുള്ള ഫാമിലി ഫോട്ടോ നമ്മളെല്ലാവരും ചിരിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ് മാറി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ചിരി വരാനുള്ള സാധ്യത കുറവാണ്. ആളുകൾ കളിയാക്കാനും
ചില ആളുകൾ സന്തോഷിക്കാനും ചിലർ കുറ്റം പറയാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനൊന്നും ഇടം കൊടുക്കാതിരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കാണുന്നത്. ഇത് നമ്മൾ ചെയ്യാൻ പോകാം. 5 മണി സമയം ഞാൻ വേഗം അവസാനിപ്പിക്കാം. എല്ലാ യോഗങ്ങളും യോഗങ്ങളാണ് പറയാം. എല്ലാ മീറ്റിംഗും ചെയ്യാം, ഈ മീറ്റിംഗ് ഇപ്പൊ ചെയ്യും. അതേപോലെ എല്ലാ വിവാഹ ബന്ധങ്ങളും ചെയ്യാവുക. എല്ലാ യോഗവും യോഗം പറയാം, അതൊക്കെ പിരിയാനുള്ളതാ. കുറെ പേര് പിരിഞ്ഞിട്ടുണ്ടാവും, യോഗം വിജയിക്കുന്നു. എല്ലാ യോഗങ്ങളും യോഗക്കുക. ഏറ്റവും ഇഷ്ടമുള്ള ആൾ പിരിഞ്ഞു പോകുമ്പോൾ ഈ വേദനയുടെ വിഷമമുള്ള കരച്ചിലുണ്ടാവും. പത്രത്തിൽ മഴക്കാലം സമയത്ത് ഏതെങ്കിലും കരയൊന്നും നിർബന്ധമില്ല. പക്ഷെ കുടുംബത്തിൽ വേണ്ടപ്പെട്ട മരണം വന്നാൽ കരയാറുണ്ട്. കാരണം അത് വേണ്ടപ്പെട്ടവർ വേർപിരിയില്ല. അങ്ങനെ ലോകത്ത് വേർപിരിയുമ്പോൾ വേദന ഉണ്ടാകുന്ന ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ അത് വേദനയാണ് പറയുന്നത്. വേർപിരിയുന്ന വേദന ഏറ്റവും വലിയ വേദന ഭാര്യ ഭർത്താവ് അങ്ങോട്ട് നഷ്ടപ്പെടുന്ന സമയത്തൊക്കെ കരച്ചിലുണ്ടാവും. പക്ഷേ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് വേദനയാണ് പറയുന്നത്. അങ്ങനെ ഒരമ്മ തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ആദ്യത്തെ കഴിയുന്ന സമയത്ത് ആർക്കും ആശ്വസിക്കാൻ കഴിയാതെ പോകും. ബന്ധുക്കളും അയൽവാസികളും കുട്ടികളൊക്കെ ആശ്വസിക്കാൻ നോക്കിയിട്ട് ഈ അമ്മ ആദ്യത്തെ കഴിഞ്ഞോട് നിൽക്കാണ്. ആ സമയത്ത് ഒരു പണ്ഡിതനായ മനുഷ്യൻ അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് ആ അമ്മയോട് ആണ് കഥ പറഞ്ഞു. അത് പറഞ്ഞത് എങ്ങനെയാണ്? ഞങ്ങളുടെ നാട്ടില് വലിയൊരു പണക്കാരൻ ഉണ്ടായിരുന്നു. ആ പണക്കാരന് വലിയ വീടുണ്ട്, ഇഷ്ടംപോലെ കൃഷിഭൂമിയുണ്ട്, അയാൾക്ക് പൂന്തോട്ടമുണ്ട്. ഇതെല്ലാം നോക്കി നടത്താൻ ആളുണ്ട്, പണിക്കാരുണ്ട്. അയാൾക്ക് ഇഷ്ടംപോലെ പണിക്കാരുണ്ട്. എല്ലാ പണിക്കാരോടും അയാൾക്ക് താല്പര്യമില്ല. പക്ഷേ അത് ഒരു പണിക്കാരുണ്ട് പൂന്തോട്ടം നോക്കുന്നത്. അവരോട് വളരെ ഭയങ്കര താല്പര്യം. കാരണം അവൻ ആ തോട്ടം സ്വന്തം തോട്ടം പോലെ നോക്കുന്നവരാ. മറ്റൊരാൾ കൂലിക്ക് വേണ്ടി പോകുന്നവരാ. ഇയാളെയല്ല, ഇയാള് ആ തോട്ടം സ്വന്തം തോട്ടം പോലെ നോക്കുന്നവരാ. അങ്ങനെ സ്വന്തം തോട്ടം പോലെ പൂന്തോട്ടം നോക്കി നടത്തുമ്പോ അതിനകത്ത് ഒരു റോസാ ചെടി ഉണ്ടായിരുന്നു. അത് പുഷ്പിക്കുന്ന കാറ്റാണ് നിൽക്കുന്നത്. ഒരു ദിവസം സന്ധ്യാസമയത്ത് കാഴ്ച കണ്ടു. അതൊരു പൂവെട്ടിട്ടുണ്ട്. നാളെ നേരെ വിളിക്കുമ്പോഴേക്കും ആ പൂവെട്ടി വിരിയും. അതിന് ഒരുപാട് സന്തോഷമായി. നാളെ രാവിലെ അത് ആദ്യം എനിക്ക് തന്നെ കാണണം. ഈ പൂന്തോട്ടത്തിൽ ഏറ്റവും മനോഹരമായ റോസാ പുഷ്പം അത് വിരിഞ്ഞ് ആദ്യം ഞാൻ തന്നെ കാണണം. അതിന്റെ സുഗന്ധം ആദ്യം എനിക്ക് തന്നെ ആസ്വദിക്കണം. ആ പണിക്കാരൻ പിറ്റേ ദിവസവും സാധാരണ കളിച്ചു നേരത്തെ വന്നു. നേരെ നടന്നു പോയത് ആ റോസാ ചെടി നിർത്തിക്കാം. പക്ഷേ ആ റോസാ ചെടി ലക്ഷ്യപ്പോയി. ആ വിരിയാൻ പോകുന്ന പൂവെട്ടിനെ ആരും ഉള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ ആ പൂവെട്ടിനെ ആരും മോഷിച്ചുകൊണ്ട് പോയി. അതിന് സങ്കടം സഹിക്കുന്നില്ല. അയാൾ ഉച്ചത്തിൽ ചോദിച്ചു, ആരും വിടുന്നില്ല. അയാളെ ആ പൂന്തോട്ടത്തിൽ 4 ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ചോദിക്കുകയാണ്, ആരാണ് പൂപ്പറച്ചത്, ആരാണ് പൂപ്പറച്ചത്, ആരാണ് പൂപ്പറച്ചത്? ആരും വിടുന്നില്ല. അയാൾ തിരിച്ചു വന്ന് വീണ്ടും ആ പൂച്ചയുടെ വീണ്ടും 28 മാസം ചോദിക്കുകയാണ്, ആരാണ് പൂപ്പറച്ചത്? അപ്പോ പറയുന്ന ശബ്ദം, ഐ ദ മാസ്റ്റർ സെഡ്, മുതലാളി പറഞ്ഞ് ഞാനാ പറിച്ചത്. പൂന്തോട്ടം മുതലാളി പറയാൻ ഞാനാ പറിച്ചത്. ദ ഗാർഡൻ കെപ്റ്റ് സൈലൻസ്. പിന്നെ തോട്ടക്കാരൻ മിണ്ടിയില്ല. കാരണം മിണ്ടാൻ അറിയില്ല. കാരണം അത് യജമാനല്ലേ പറിച്ചത്. പ്രിയ സുഹൃത്തുക്കളെ, ഈ കഥ പറഞ്ഞതിന് ശേഷം ആ പണ്ഡിതൻ അമ്മയോട് പറഞ്ഞു, അമ്മ, നമുക്ക് കുട്ടികളെ വളർത്താനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. അത് ജന്മം കൊടുക്കുന്നത് ജന്മം എടുക്കുന്നത് പുറമേ വേറൊരാളാ. അയാളാ തീരുമാനിക്കുന്നത്. കിട്ടിയ സമയത്ത് നിങ്ങൾ നല്ലോണം നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ കരയണ്ട. അത് തിരിച്ചെടുക്കുന്ന നമ്മുടെ കയ്യിലല്ല. കയ്യിൽ കിട്ടുമ്പോൾ തോന്നിക്കൊള്ളുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, ആരൊക്കെ എപ്പോൾ തിരിച്ചു വിളിക്കുന്ന കണക്ക് എന്റെയും കയ്യിൽ നിങ്ങളെ കയ്യിലില്ല. പക്ഷേ അങ്ങനെ എപ്പോൾ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ നാളുകളിലേക്കും നമ്മുടെ കുടുംബത്തെ സേഫാക്കി വെക്കാൻ, കയ്യിൽ കിട്ടിയ സമയത്ത് സ്നേഹിക്കാനോ അവർക്ക് ഇന്നുണ്ടായി കൊടുക്കാനോ നാളെ ഇല്ലാത്ത സമയത്ത് ഒരു വഴിയെത്തി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് MIHL മാർഗം. നാളെ ഇല്ലാത്ത സമയത്ത് ഓർത്തു, നാളെ ഇല്ലാത്ത സമയത്ത് ഓർത്തു. അവരുടെ മനസ്സിൽ നമ്മൾ ജീവിക്കും. എന്തിന്? ജീവിക്കുന്ന സമയത്ത് സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരുടെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം അവരുടെ മനസ്സിൽ നമുക്ക് ജീവിക്കാൻ അവസരമുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി നിർബന്ധിച്ചു കൊടുത്ത ഒരുപാടുണ്ട്. 1, 2, 5, 10, 50 അല്ല, ഒരുപാടുണ്ട്. അതിനകത്ത് ഒരുപാട് വാർഡുകളിലായി ഇന്ന് STC, RTC, NTC, CTC, ITC ഒക്കെ ആയിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഒരു പക്ഷേ എന്റെ കാലത്ത് ഞാൻ തിരിച്ചു വിളിച്ചാലും ഈ നടന്ന ഓണത്തിന് ഈ ഓണത്തിൽ വലിയ ഹോട്ടൽ വെച്ച് പ്രോഗ്രാം എടുക്കുന്ന സമയത്ത് ഞാൻ ഈ മിസ്സിനെ കൊണ്ട് നാളുകളൊക്കെ എന്ന് പറയും. എന്റെ ഈ മിസ്സിനെ കൊണ്ടുവന്ന് ഒരു ഗ്രേറ്റ് ലീഡർ സാറിനായിരുന്നു. അദ്ദേഹം
പോകില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെള്ളിയും മണ്ണിൽ പോയാലും കുറെ ആളുകൾ മനസ്സിൽ തലമുറയിൽ ജീവിച്ചു. അങ്ങനെ ജീവിക്കേണ്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MIS മാർക്കറ്റിംഗ് പറയുന്നത്. നിങ്ങളെ അതിന്റെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ഒരുമിച്ച് കൈവയ്ക്ക് പ്രിയ സുഹൃത്തുക്കളെ. ഒരു കൈ മാത്രം ശബ്ദം ഉണ്ടാവില്ല, രണ്ട് കൈ വേണ്ടേ? ഒരു കൈ നിങ്ങൾ വെക്ക്, ഒരു കൈ ഞങ്ങൾ വെക്കുക. ഒരുമിച്ച് വിജയിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ടീമേതായാലും ശരി, ടീമേതായാലും പ്രശ്നമില്ല, ആളോ പണ്ടോ പ്രശ്നമില്ല, വിദ്യാഭ്യാസം വലിയ പ്രശ്നമില്ല, കുടുംബമായിട്ട് പ്രശ്നമില്ല. പ്രവർത്തിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ പറ്റുമെങ്കിൽ ഒരമ്മ പെട്ട മക്കളെ പോലെ നമുക്ക് ഒരുമിച്ച് പോവാം. ആ നിലയിൽ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കും വന്ന നിങ്ങൾ എല്ലാവരും വലിയ വിജയങ്ങൾ വെച്ച് കാണാനാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് GTS വളരെ മനോഹരമായി സാറിന് എക്സ്പീരിയൻസ് പറഞ്ഞ ലീഡേഴ്സിന് അതോടൊപ്പം തന്നെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത എല്ലാവർക്കും കൃത്യമായ നന്ദിയും വിജയാശംസകളും തന്നുകൊണ്ട് ഈ പ്രസംഗം അവസാനിച്ചിരിക്കുന്നു. In your life, show your style, grow up with my lifestyle. Live your dream, tension free, fly high with my lifestyle. Jeeto life, Geo life, bindaas ho lifestyle. सपनों को जीना है, come and join my lifestyle.